ലോക്കൽ ബോഡി ഇലക്ഷന്, തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ദിവസങ്ങൾക്കുള്ളിൽ നോട്ടിഫിക്കേഷൻ വരും. ഇത്തവണ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ് ഏറ്റവും ശക്തമായ പോരാട്ടം. ചുമതലയിൽ പോലും ആ ശ്രദ്ധേയമായ ആൾക്കാരുണ്ട്. BJPക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറാണ് ചുമതലയുള്ളത്. കോൺഗ്രസിന് വേണ്ടി KM മുരളീധരനാണ്. CPMന് വേണ്ടി CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ശക്തമായ രംഗത്തിറങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമാണ്. കോൺഗ്രസ് ഒരു പടി കൂടി കടന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൂടിക്കഴിഞ്ഞു. BJP CPM അതുവരെ എത്തിയിട്ടില്ല. രഞ്ജിത്തിന് എങ്ങനെ തോന്നുന്നു? എങ്ങനെ ഉണ്ടായിരിക്കും ഇത്തവണ തിരുവനന്തപുരം? തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ തന്നെയാണ് തിരുവനന്തപുരം. അതിന്റെ കാരണം BJPയുടെ ശക്തിയാണ്. ബാക്കി കോർപ്പറേഷനിലൊക്കെ തന്നെ ഇടതുപക്ഷവും അല്ലെങ്കിൽ CPMും കോൺഗ്രസ് പറ്റുക ഫൈറ്റ്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണ് ഏറ്റവും അധികം BJPക്ക് സ്ട്രോങ് ഉള്ളത്. കഴിഞ്ഞ തവണ തന്നെ BJP കോർപ്പറേഷൻ പിടിക്കാനുള്ള വലിയ നീക്കം നടത്തിയിരുന്നു. എന്നിട്ട് 35 സീറ്റിലേക്ക് BJP ഒതുങ്ങിപ്പോയി. 52 സീറ്റോടുകൂടി CPM അധികാരം പിടിച്ചു. പക്ഷെ അവിടെ LDF പിടിച്ചു. പക്ഷെ അവിടെയും BJPക്ക് പരാജയം സംഭവിച്ച ഒരു 7-8 സീറ്റ് വാർഡുകൾ, ആ വാർഡുകളിലും വളരെ നിസ്സാര വോട്ടുകൾക്കാണ് BJP പരാജയപ്പെട്ടത്. ആ പരാജയത്തിൽ നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലം BJPയുടെ കൗൺസിലർമാർ വളരെ മികച്ച, എല്ലാ കൗൺസിലർമാരെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും അവർ കോർപ്പറേഷനുള്ളിൽ CPMന്റെ ഭരണത്തെ പ്രതിരോധിക്കുന്നതിനും CPMനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനും അവർ ശക്തമായി വിജയിക്കുകയും ചെയ്തു. അതിൽ നമുക്കറിയാം, ഗിരികുമാർ ആയാലും MR ഗോപനായാലും വളരെ വളരെ ആക്റ്റീവായിരുന്നു അവരെല്ലാം BJPയുടെ ഈ കൗൺസിലർമാർ. ആ കൗൺസിലർമാർ അതേ മണ്ഡലത്തിൽ മത്സരിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത വാർഡിൽ മത്സരിക്കുകയും കഴിഞ്ഞ തവണ നിസാര വോട്ടുകൾക്ക് പരാജയപ്പെട്ട വാർഡുകളിൽ ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്താൽ ഇത്തവണ BJPക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. പക്ഷേ അത് പറയുമ്പോഴത്തേക്കും ഡീലിമിറ്റേഷൻ, വാർഡ് വിഭജനം നടന്ന സ്ഥലമാണ്. വാർഡ് വിഭജനത്തിൽ ഇടതുപക്ഷത്തിന് കാര്യമായ മുൻതൂക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പോരെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 10 സീറ്റ് മാത്രമാണ് UDFന് ഉണ്ടായിരുന്നത്. ബാക്കി പൂർണ്ണമായിട്ടും BJPയും LDF ആണ് ജയിച്ചത്. ഇത്തവണ കോൺഗ്രസ് ശക്തമായ രംഗത്തുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാർഡിൽ 2020 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രചാരണത്തിന് പോലും വന്നിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന ഏരിയയിൽ വന്നിട്ടില്ല. BJPയുടെ ആള് 5 തവണ വന്നു. ഞാൻ കൗണ്ട് ചെയ്തു, 5 തവണ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ സമയത്ത് 2 തവണ, അല്ലാതെ 3 തവണ BJPയുടെ ആളെത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി അടക്കം 3 തവണയോളം വന്നു. CPMന്റെ ആള് വലിയൊരു ജാഥ നടത്തി വ്യക്തമായിട്ട് വീടുകളിൽ കയറി വോട്ടിന്റെ കാര്യം തീരുമാനമുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അവിടെ ശക്തമായിട്ട് CPM ആണ് ജയിച്ചത്, സ്റ്റാലിൻ ഡിക്രൂസ് ആണ് ജയിച്ചതെങ്കിലും അവിടെ വ്യക്തമായിട്ട് നടന്നു. പക്ഷെ അതുപോലല്ല ഇത്തവണ കോൺഗ്രസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഗുണം ഞാൻ പറയുന്നത് ഇത്തവണ ആത്യന്തികമായി കിട്ടാൻ പോകുന്നത് BJPക്കാരി. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ കഴിഞ്ഞ തവണ BJP, നമുക്ക് എപ്പോഴും തിരുവനന്തപുരത്തിന്റെ ഒരു രാഷ്ട്രീയ വോട്ടിംഗ് രീതിയുടെ ഒരു കുഴപ്പമാണത്. കഴിഞ്ഞ തവണ തന്നെ തീരദേശ വാർഡുകൾ അല്ലെങ്കിൽ തന്നെ BJPക്ക് നല്ല ശക്തമായി സ്വാധീനമുള്ള വാർഡുകളിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ നടക്കുമ്പോൾ ചില പ്രചരണങ്ങളുണ്ടാവും. BJP ജയിക്കാൻ പോകുന്നു, കോൺഗ്രസിന് ഒരു സ്വാധീനവുമില്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കില്ല എന്ന് കരുതുന്ന വാർഡ്, ഇവിടെയുള്ള കുറച്ച് 50-100 വോട്ട് ക്രോസ് വോട്ടിംഗ് നടക്കും. അങ്ങനെ 50-60 വോട്ടിന് CPMന്റെ ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ജയിച്ച വാർഡുകൾ നിരവധിയുണ്ട്. ഇത് ലോക്സഭയിൽ കോൺഗ്രസ് ജയിക്കുന്ന പോലെ നഗരസഭയിൽ CPM. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആ വാർഡുകളിൽ ഇത്തവണ ഈ ക്രോസ് വോട്ടിംഗ് കോൺഗ്രസ് നടത്താൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഭരണം പിടിക്കാൻ വേണ്ടിയല്ലേ കോർപ്പറേഷൻ മത്സരിക്കുന്നത്. പിന്നെ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയല്ലേ മത്സരിക്കുന്നത്. അപ്പോ പരമാവധി വോട്ടുകൾ അവരുടെ പോക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് നോക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് സ്വീകരിക്കുകയും അങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കുകയും ചെയ്താൽ അതിന്റെ ഗുണം വരാൻ പോകുന്നത് BJPക്കായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ തിരുവനന്തപുരത്തെ വോട്ടർമാർ എപ്പോഴും ജയിക്കുന്ന സ്ഥാനാർത്ഥി ആരും നോക്കിയിട്ടേ വോട്ട് ചെയ്യാറുള്ളൂ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ 10 സീറ്റായിരുന്നു. ശബരിനാഥൻ മത്സരിക്കുന്ന കാവടിയാർ എന്ന് പറയുമ്പോൾ 1 വോട്ടിനാണ് ജയിച്ചത്. 1 വോട്ടിന് ഭൂരിപക്ഷം. 2 തവണ റീകൗണ്ട് ചെയ്തത് ഉറപ്പിച്ചു, 1 വോട്ട് ഉറപ്പിച്ചു, 1 വോട്ടിന് ജയിച്ചത്. ചെറിയ വോട്ടിനാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്. 10 സീറ്റ് മാത്രമുള്ളവർ ഒരു ഭരണം പിടിക്കണമെങ്കിൽ 51 സീറ്റ് ഉണ്ടാകും. 41 വാർഡ് കോൺഗ്രസ് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, കാലാവസ്ഥയിൽ വോട്ട് പിടിക്കുമായിരുന്നു, ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തെ വോട്ടർ എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം? അല്ല, അത് ശരിയായ ചോദ്യമാണ്. കാരണം ഈ കോൺഗ്രസ് ആയിരുന്നു ഒരു കാലത്ത് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ശക്തരായിരുന്നത്. ഒരു
10-15 വർഷത്തെ പിന്നെ പ്രവർത്തനം കൊണ്ടാണ് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയത്. അപ്പൊ കോൺഗ്രസ് BJP-യുടെ കയ്യിലുള്ള ഇന്നത്തെ വാർഡുകൾ, BJP വിജയിക്കുമെന്ന് ഉറപ്പിച്ച വാർഡുകളെല്ലാം തന്നെ ഒരു കാലത്ത് കോൺഗ്രസ് വാർഡുകളായിരുന്നു. അപ്പൊ ഇനി ഒരിക്കലും തിരിച്ച് കോൺഗ്രസിലേക്ക് പോവില്ല. ശബരിനാഥൻ ഇറക്കുന്നു എന്നൊക്കെ പറയുന്നത് ശബരി കവടിയാറിൽ വിജയിക്കുമെന്ന് പോലും ഉറപ്പില്ല. അങ്ങനെ ഒരു സീറ്റിലാണ് ശബരിനാഥനെ കൊണ്ടിറക്കിയിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, 10 വാർഡിൽ നിന്ന് കോൺഗ്രസ് ഒരു 5 വാർഡോ 6 വാർഡോ കൂടുതൽ പിടിക്കുകയാണെങ്കിൽ ആ വാർഡുകൾ മിക്കവാറും നഷ്ടപ്പെടുന്നത് CPM-നായിരിക്കാം. അതിനൊപ്പം കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിന് പരാജയപ്പെട്ട ചില വാർഡുകളിൽ BJP-ക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ, കാരണം അതിന്റെ കാരണം എന്തറിയോ, നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും ലോക്കൽ ബോഡി ഇലക്ഷനെയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യേണ്ടതില്ല യഥാർത്ഥത്തിൽ. എങ്കിൽ പോലും ലോക്സഭയിൽ ഉണ്ടായ മൃഗീയമായ ഭൂരിപക്ഷമാണ്, കോർപ്പറേഷൻ വാർഡുകളിൽ ഭൂരിപക്ഷമാണ്. അപ്പൊ അത് അതേപടി കിട്ടിയില്ലെങ്കിൽ പോലും അതിന്റെ ഒരു ചെറിയ ശതമാനം പിന്നെ BJP ഇത്തവണ നടത്തുന്ന മുന്നൊരുക്കങ്ങൾ അത് സാധാരണ കഴിഞ്ഞ വർഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ അത് അങ്ങനെയുള്ള ചില ഘടകങ്ങൾ ചിലപ്പോൾ BJP പിന്തുണച്ചിരിക്കാം എന്നാണ് എന്റെ കണക്കുകൂട്ടൽ. എന്തായാലും കഴിഞ്ഞ 35+, പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഘടകങ്ങളുണ്ട്. നമ്മുടെ തിരുമല അനിലിന്റെ മരണം സ്വാഭാവികമായും ഒരു തിരിച്ചടിയാണ്. പിന്നെ ചിലയിടങ്ങളിലൊക്കെ തന്നെ BJP-യുടെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ തന്നെ പ്രാദേശികമായ തർക്കങ്ങളുണ്ട്. പിന്നെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ചുക്കാൻ പിടിക്കുന്നതെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം തന്നെ പരാജയമെന്ന് കരുതുന്ന ഒരു വിഭാഗം BJP-ക്കാരുണ്ട്. പിന്നെ രണ്ടാമത് BJP-യുടെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും CPM ഇതുവരെ കളത്തിൽ ഇറങ്ങിയിട്ടില്ല. മേയർ സ്ഥാനാർത്ഥി ആരെന്ന കാര്യം തീരുമാനമായിട്ടില്ല. ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം 3 ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുമെന്നാണ്. ഇന്ന് വഞ്ചൂർ ഏരിയ സെക്രട്ടറി മുൻ മേയറുമായിട്ടുള്ള ശ്രീകുമാർ, പിന്നെ പാളം ഏരിയ സെക്രട്ടറി മഞ്ജൂർ ബാബു, പിന്നെ വെള്ളപ്പുര ഏരിയ സെക്രട്ടറി RP ശിവജി, ഇവർ 3 മത്സരിക്കുന്നു. ഇവർ 3 ആരെങ്കിലും ഒരാളായിരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ SP ദീപകിന്റെ പേര് പറയുന്നുണ്ട്. സമ്പത്ത് മത്സരിക്കുമെന്ന് അവിടെ മുൻ MLA മത്സരിക്കുന്നുണ്ട്. ഇവിടെ മുൻ MP എന്താ മത്സരിച്ച ചോദ്യമുണ്ട്. പക്ഷെ ഒരു ഇമേജ്, ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഭരിച്ച് ഉണ്ടായ ഒരു ഇമേജിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ട്. താവോട്ടിറങ്ങിയിട്ടുണ്ട്. അതിനെ മേക്കപ്പ് ചെയ്യാൻ പറ്റിയ ഒരാൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊരു തീരുമാനമായിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് BJP-ക്ക് ഒരു മേൽക്കൈ ഉണ്ടെന്ന് പറയാമെങ്കിലും പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല.